സഹൃദയരെ, കലാപ്രേമികളെ, SMCI തിയേറ്റേഴ്സ് നിങ്ങൾക്കായി സമർപ്പിക്കുന്ന സംഗീത നൃത്ത നാടകത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. കത്തുമോളെ, മോളെ മോളെ എവിടെയാ? കൊച്ചിങ്ങോട്ടൊന്ന് വരാവോ? മോളവിടെ എന്നെ എടുക്കുമായിരുന്നു ഇത്ര നേരം? ആണോ? കളിച്ച് അപ്പടി സമയം പോയി, നേരം ഒത്തിരി പോയേ. അമ്മ വരാറായി. നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? എന്നോട് കഥ പറയാ. മമ്മി ഒരു കഥ പറയാം കൊച്ചിനോട് കേട്ടോ. ഉറപ്പായിട്ട് ഭക്ഷണം കഴിക്കല്ലോ. ആരുടെ കഥയാണെന്നല്ലേ? കാത്തുവിനെ പോലെ നല്ലൊരു ഉണ്ണിയുടെ കഥ മമ്മി പറഞ്ഞുതരാം കേട്ടോ. ആ ഉണ്ണിയുടെ പേരാണ് യേശു. ഒരുപാട് വർഷം മുമ്പ് നടന്ന ഒരു കഥയാണിത്. പണ്ട് നസ്രത്ത് എന്ന പട്ടണത്തില് മേരി എന്ന പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നേ. എല്ലാവർക്കും പ്രിയപ്പെട്ടവളും അതിയായ ദൈവഭക്തിയുള്ളവളും ആയിരുന്നു ആ മേരി. ജോസഫ് എന്ന പേരുള്ള ഒരാളുമായി ആ മേരിക്ക് വിവാഹം ഉറപ്പിച്ചിരുന്നു. ഒരു ദിവസം മേരിയുടെയും ജോസഫിന്റെയും അടുത്ത് ദൈവത്തിന്റെ മെസ്സേജുമായി ഒരു മാലാഖ വന്ന്, ആ മാലാഖയുടെ പേരാണ് ഗബ്രിയേൽ. മറിയേ, നീ ഭയപ്പെടേണ്ട. നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും. അവനെ യേശു എന്ന് പേരിടണം. നസറേത്തിൻ നാട്ടിലെ പാവനി മേരി മാതേ, യേശയ്യാവിൻ മൊഴി ഭൂമിയിൽ മാറിപ്പൂവായി. വെൺമാലാഖ നിൻ നാമം വാഴ്ത്തി, കന്യാവന ശാഖയിൽ കാലമൊരുണ്ണിപ്പൂവായി. മന്നാകയും കാക്കുവാൻ ഓമന പൈതൽ വന്നേ. മാതേ പാരിതിൻ പെറ്റമ്മ കണ്ണേയോ, വീണാ നൊമ്പരം താണ്ടുന്നോളേ മറിയേ. അങ്ങനെ മറിയത്തിന് മാലാഖ അറിയിച്ചതുപോലെ ബേത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിൽ വെച്ച് ഒരു കുഞ്ഞു പിറന്നു. അതാണ് നമ്മുടെ ഉണ്ണിയേശു. എന്നിട്ടോ അന്ന് ആ പ്രദേശത്ത് കുറെ ആട്ടിടയന്മാരുണ്ടായിരുന്നേ. ഒരു ദൂതൻ അവരോട് ഈ സന്തോഷ വാർത്ത അറിയിച്ചു. ഒട്ടും താമസിയാതെ തന്നെ അവരും ഉണ്ണിയേശുവിനെ കാണാൻ ഓടിയെത്തി. മഞ്ഞിൻ തുള്ളികൾ തഴുകിയുറങ്ങും ബേത്ലഹേമിൻ വഴികളിലൂടെ ഒരു പുൽക്കുടിൽ തേടി ദേവസുതനെ തേടി ഇടയന്മാരുമണഞ്ഞല്ലോ. അവർ കാലിത്തൊഴുത്തു കണ്ടു, അവർ സ്വർഗീയ ഗാനം കേട്ടു. അവർ കാലിത്തൊഴുത്തു കണ്ടു, അവർ സ്വർഗീയ ഗാനം കേട്ടു. മരിയാസുതനായി പുൽക്കൂട്ടിൽ മരും മിശിഹാനാഥനെ കണ്ടു. പിന്നെ ആരൊക്കെയാ മമ്മി വന്ന്? ഇനിയും ഉണ്ണിയെ കാണാൻ വേറെ 3 പേരും കൂടി വന്നു. അങ്ങ് ദൂരെ നിന്ന് 3 രാജാക്കന്മാരാണ്. പൊന്നും മീറയും കുന്തിരിക്കവും അവർ സമ്മാനമായി കൊണ്ടുകൊടുത്തു.
അങ്ങനെയാണ് ലോകരക്ഷിതാവായ നമ്മുടെ ഉണ്ണി യേശു ജനിച്ചത്. ആ ദിവസമാണ് നമ്മൾ ക്രിസ്മസുമായി ആഘോഷിക്കുന്നത്. അന്നൊരു നാളിൽ മിന്നണരാവിൽ കന്നാലിക്കൂട്ടിലൊരുണ്ണി പിറന്നേ. മഞ്ഞണിപ്പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിന്റെ നായകനുണ്ണി പിറന്നേ. ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ പൊട്ടെ പമ്പം തങ്കി താട്ടെ. ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ. അയ്യോ, മോളോട് കഥ പറഞ്ഞ സമയം പോയത് അറിഞ്ഞില്ല. നമ്മുടെ SMCAയുടെ കരോള് ഇങ്ങെത്തിയല്ലോ. വാ, നമുക്കും പോയി കാണാം. മുത്തേ 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 പൊന്നോമനെ, നിന്നെ കാണാൻ കൊതിച്ചൊരു നാളിൽ മഞ്ഞു പെയ്യുന്ന താഴ്വരയിൽ ഒരു ജീവന്റെ കളിയാട്ടമാ. മുത്തേ മുത്തേ